ഹലോ ഫ്രണ്ട്സ്, ഞാനിപ്പോൾ ഷാർജ ടൗണിലെ മാർക്കറ്റിലാണ് നിൽക്കുന്നത്. ഇവിടെ നല്ല ഈത്തപ്പഴങ്ങൾ, പച്ചയായിട്ടും പഴുത്തതും ഈത്തപ്പഴങ്ങളുണ്ട്. നല്ല വില കുറവിലാണ് ഇവിടുന്ന് കിട്ടുന്നത്. ഒരു കിലോയ്ക്ക് 30 AED കൊടുത്താൽ ഇവിടെ നിന്ന് നല്ല ഫ്രഷായിട്ടുള്ള ഈത്തപ്പഴം കിട്ടും. ഇവിടുത്തെ പ്രദേശത്ത് നിന്ന് പറിക്കുന്ന ഈത്തപ്പഴമാണ്. നല്ല ഫ്രഷാണ്, കാണാനും നല്ല മധുരവും. ഏറ്റവും നല്ലത് മഞ്ഞ നിറത്തിൽ കാണുന്ന ഈത്തപ്പഴമാണ്. എല്ലാം ടേസ്റ്റ് ചെയ്യാൻ തരുന്നു. ഇവിടുത്തെ മീൻ മാർക്കറ്റാണ്. അമൂർ, നവര എന്നുള്ള അയില, മറ്റ് മീൻ വർഗ്ഗങ്ങൾ, നമ്മുടെ നാട്ടിൽ കിട്ടുന്ന എല്ലാ മീൻ വർഗ്ഗങ്ങളും ഇവിടെ കിട്ടുന്നു. ഷാർജയിൽ കടൽ അടുത്താണ്. അവിടെ നിന്നും ഫ്രഷായിട്ട് തന്നെ പിടിച്ചു കൊണ്ടുവരുന്ന മീനെ നമുക്ക് ഇവിടെ വളരെ ലാഭത്തിൽ വാങ്ങാൻ കഴിയുന്നു. നല്ല ഇനം മീനുകളാണ്. ഇവിടുന്ന് മാർക്കറ്റിൻ്റെ ഉദ്യോഗസ്ഥരുമായിട്ട് പെർമിഷൻ എടുത്തിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. ഇത് കൂടുതലും ഇവിടുത്തെ നാട്ടുകാരാണ് വരുന്നത്. ദുബായ് പോലുള്ള മാർക്കറ്റിൽ എല്ലാ ആൾക്കാരും വരുന്നുണ്ട്, രാജ്യക്കാരും. ഇവിടെ കൂടുതലും നാട്ടുകാരാണ്, ലോക്കൽസ് എന്നാണ് പറയപ്പെടുന്നത്. അതുകൊണ്ട് അവരുടെ ഫേസ് ഒരിക്കലും എടുക്കല്ലേ എന്ന് അവിടെ നിന്ന് പറഞ്ഞായിരുന്നു. അതനുസരിച്ചുള്ള ഫോട്ടോഗ്രാഫിയാണ്. അപ്പോൾ അതിൽ ചെറിയ എന്തെങ്കിലും പിഴവുകളുണ്ടാവാം. എന്ന് വെച്ചാൽ മത്സ്യങ്ങൾ മാത്രമേ കാണിച്ചു പോകാൻ കഴിയുന്നുള്ളൂ. പിന്നെ അവിടെയുള്ള ചില സെയിൽസ്മാൻമാർ മലയാളികളുണ്ട്, അവരെയും കാണിച്ചു പോകാൻ കഴിയുന്നു. ഇത് നമ്മുടെ നാട്ടിൽ കിട്ടുന്ന കിളിമീൻ അഥവാ പുതിയാപ്ല എന്ന് പറയുന്ന മീനാണ്. ഏറ്റവും കൂടുതൽ ഇവിടെ ലഭിക്കുന്നുണ്ട്. അതുപോലെ വറ്റ, അങ്ങനെ എന്തോ പറയുന്ന മീനാണ്, അതും ഇവിടെ ലഭിക്കുന്നു. എല്ലാം കിലോ വിലയനുസരിച്ചാണ്. പാര, പിന്നെ ഹമൂർ ഇവിടെ ഉള്ളവർക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരു മത്സ്യമാണ്. ഹമൂറും ലഭിക്കുന്നു. ഹമൂറാണ് കൂടുതലായിട്ടും ഇവിടുത്തെ ആൾക്കാർ ഉപയോഗിക്കുന്നത്. ആൾക്കാരെന്ന് പറഞ്ഞാൽ ഇവിടുത്തെ അറബി പൗരന്മാർ കൂടുതലും ഹമൂറാണ് ഉപയോഗിക്കുന്നത്. പിന്നെ വലിയതരം കൊഞ്ചും, പല വെറൈറ്റിയിലുള്ള കൊഞ്ച്, പല നിറത്തിലുള്ള ഡ്രാഗണും അല്ലാതെ മറ്റുള്ള കൊഞ്ചുകളും എല്ലാം ഉണ്ട്. ഒരുപാട് വെറൈറ്റി കൊഞ്ചുകൾ ഇവിടെ നിന്ന് കിട്ടുന്നു. അതുപോലെ വളരെ വൃത്തിയായി സൂക്ഷിക്കുന്ന ഒരു മാർക്കറ്റാണ്. വളരെ ഭംഗിയാണ് മാർക്കറ്റ് കാണാൻ. കൊഞ്ചിൻ്റെ കൂമ്പാരം തന്നെ ഇവിടെ ഉണ്ട്. ഒരുപാട് ഏരിയ ഈ പ്രദേശത്തുണ്ട്. എല്ലാതരം മത്സ്യങ്ങളും ഇവിടെ കിട്ടുന്നുണ്ട്. ഒരു വലിയ മത്സ്യ മാർക്കറ്റാണ്. നല്ലൊരു അനുഭവം കൂടിയാണ് ഈ മാർക്കറ്റിൽ വന്നത്. ചിത്രീകരിക്കാൻ കഴിഞ്ഞത് തന്നെ വലിയൊരു ഭാഗ്യമായിട്ട് ഞാൻ കരുതുന്നു. എന്ന് വെച്ചാൽ ഇത് അവിടുത്തെ ഷാർജ അധികാരികളുടെ നിയന്ത്രണത്തിലാണ്. മറ്റുള്ളൊരു മാർക്കറ്റിലും ഇത്രയും വലിയൊരു നിയന്ത്രണം ഞാൻ കണ്ടിട്ടില്ല. ഇത് അവരുടെ നല്ലൊരു നിയന്ത്രണത്തിലുള്ള മാർക്കറ്റാണ്. എന്ന് വെച്ചാൽ റിസപ്ഷനും മറ്റ് സെക്യൂരിറ്റി കാര്യങ്ങളും എല്ലാം വളരെ മെച്ചപ്പെട്ട രീതിയിൽ തന്നെ ഈ മാർക്കറ്റിൽ പ്രവർത്തിക്കുന്നു. മറ്റുള്ള മാർക്കറ്റിലും ഉണ്ടായിരിക്കാം, പക്ഷേ ഏറ്റവും സ്ട്രിക്റ്റായിട്ട് ഞാൻ ഇവിടെയാണ് കണ്ടത്. മറ്റു മാർക്കറ്റിലും ഉണ്ടായിരിക്കാമെന്നാണ് എൻ്റെ വിചാരം. പിന്നെ അവരുടെ അനുവാദം വാങ്ങിക്കൊണ്ടെടുത്ത ഒരു വീഡിയോ ആണ്. കിളിമീനും ആണ് ഇഷ്ടം പോലെ കാണുന്നത്. അതുപോലെ കൊഞ്ച്, ഇതൊക്കെ മലയാളി ആയിട്ടുള്ള സെയിൽസ്മാൻമാരാണ്. നല്ല സഹകരണമാണ് അവരൊക്കെ. നമ്മോട് സംസാരിക്കുകയും ചില വിവരങ്ങൾ പറഞ്ഞു തരികയും ചെയ്യുന്നുണ്ട്. അവിടെ കിട്ടുന്ന വാള, റിബൺ ഫിഷ്, അതുപോലെ അയില ഒരു മഞ്ഞ വര അവിടെ അതിൻ്റെ പുറത്തുണ്ട്.
നമ്മളവിടെ കിട്ടുന്നതിനേക്കാളും ഒരു വേറെ രീതിയിലുള്ള. അങ്ങനെ നടന്ന് മുന്നോട്ട് ഇവിടെ വരുമ്പോൾ ശരിക്കും മീനെ തന്നെ കാണാൻ കഴിയുന്ന ഒരുപാട് ചൂരയും മറ്റുള്ള മത്സ്യങ്ങളും, പിന്നെ ഞണ്ടിൻ്റെ പല വെറൈറ്റികളും കാണാൻ കഴിയുന്നു. അതുപോലെ കൊഞ്ചിൻ്റെ വെറൈറ്റികളും ഇഷ്ടം പോലെ കാണാൻ കഴിയുന്നു. കൂടുതലായി കണ്ടിട്ടുള്ളത് നവര മത്സ്യമാണ്. നവര എന്ന് പറഞ്ഞാൽ നമ്മുടെ ചുവന്ന കിളിമീൻ, പിന്നെ ചൂര, ഒരു ചെറിയ കുട്ടിച്ചൂര. ഇത് അയിലയുടെ വേറൊരു ഭേദമാണെന്ന് തോന്നുന്നു. ഒരു പ്രത്യേക ഗ്ലേസിങ് നിറം കൂടെ ഇതിൻ്റെ പുറത്തുണ്ട്. ചൂര നമ്മുടെ നാട്ടിൽ കാണുന്ന സാധാരണ ചൂര പോലെ തന്നെ കരയൻ ചൂരയാണെന്ന് തോന്നുന്നു. ഇവിടുത്തെ ചെറിയ മീനുകളാണ്. ഇത് ഹമ്മൂറിൻ്റെ വേറെ ടൈപ്പ് മീനാണ് ഈ ചുമന്ന മീനായി കാണുന്നത്. കണ്ടതിൽ ഏറ്റവും കൂടുതൽ നവരയും മറ്റു കൊഞ്ചും ഉള്ള മീനുകളാണ്. എനിക്ക് എല്ലാ മീനുകളുടെയും പേര് പറയാൻ കഴിയുന്നില്ല. അറിയാവുന്നവർ അത് കമൻറ്റ് ചെയ്യുക. ചീലാവ് അങ്ങനെയൊക്കെയുള്ള മീനുകളാണ് കൂടുതലായും കണ്ടുവരുന്നത്. നല്ല രസമുള്ള മാർക്കറ്റാണ്. ഇവിടെ തന്നെ അവർ കട്ട് ചെയ്ത് തരുന്നുണ്ട്. ഇത് വലിയ സ്രാവുകളാണ്. സ്രാവുകളുടെ വലിയ തലയും ശരീരഭാഗവും കട്ട് ചെയ്ത് വച്ചിരിക്കുന്നു. അതും തൂക്കത്തിലാണ് കൊടുക്കപ്പെടുന്നത്. ഇത് പഴം പച്ചക്കറി മാർക്കറ്റാണ്. നല്ല ഫ്രഷായിട്ട് പച്ചക്കറി ഇലകൾ ഇവർ അറബികളും അതിനുള്ള മറ്റുള്ള രാജ്യക്കാരും ഉപയോഗിക്കുന്നുണ്ട്. അവർ ഈ നോൺ ഭക്ഷണത്തിലൂടെ കൂടുതലും പച്ചക്കറി വിഭവങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ അതുപോലെ നല്ല മുഴുത്ത തക്കാളിയും ഉരുളക്കിഴങ്ങും ഉള്ളിയും, വെള്ള ഉള്ളിയാണ് കൂടുതലും, സവാള വെളുത്ത ഉള്ളിയാണ് കൂടുതലും കിട്ടുന്നത്. ഓറഞ്ച്, ആപ്പിൾ, ഗ്രേപ്സ്, അങ്ങനെ പഴങ്ങളും വലിയ തണ്ണിമത്തനാണ്. സാധാരണ നമ്മുടെ കാണുന്നതിനേക്കാൾ വലിയ സൈസുള്ള തണ്ണിമത്തനാണ് ഇവിടെ കാണുന്നത്. ഇലവർഗ്ഗങ്ങളും കൂടുതലായി ഉപയോഗിക്കുന്നു. അതുപോലെ തന്നെ പ്രത്യേക രീതിയിലുള്ള ഒരു ചുമന്ന മുളകും പച്ചക്കറികളും കിട്ടുന്നു. ഇവിടെ നിന്നും വളരെ മലയാളികൾ വിൽക്കുന്ന സ്റ്റാളിൽ നിന്ന് നമുക്ക് ലൂസായിട്ട് അവിയലിനും സാമ്പാറിനും കിട്ടും. പക്ഷേ ഒരു കിറ്റിന് ഏകദേശം 10 ദിർഹം കൊടുക്കണം. 10 ദിർഹം എന്ന് പറയുമ്പോൾ നമ്മുടെ നാട്ടിൽ 124 രൂപ അടുപ്പിച്ച് വരുന്നുണ്ട്. എന്നാലും ഇവിടെ നിന്ന് കിട്ടുന്ന പച്ചക്കറികൾ വളരെ ഫ്രഷായിട്ടുള്ളതാണ്. എല്ലാ ഐറ്റവും അതിൽ സാമ്പാറിന് കിട്ടണമെന്നില്ല. അവർ കുറേ ഐറ്റങ്ങൾ കിട്ടുള്ളൂ. ഇലവർഗ്ഗങ്ങൾ പ്രത്യേകമാകണം. മല്ലിയില, കരിയേപ്പില എന്നിവ പ്രത്യേകം വാങ്ങേണ്ടി വരും. ബാക്കി ഇവിടെ തക്കാളി 3 ദിർഹമാണ്. അതുപോലെ ഓരോ എല്ലാ സാധനവും നമ്മുടെ നാട്ടിൽ കിട്ടുന്നതെല്ലാം ഇവിടെ തന്നെ കിട്ടും. പക്ഷേ വിലകളിൽ വലിയ വ്യത്യാസം ആണ് കാണുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ ചുവന്ന മുളക്, വലിയ മുളകാണ്, ബജ്ജി മുളക് പോലെ തോന്നുന്നുണ്ട്. നല്ല എരിവുണ്ടാവുമെന്നാണ് അവർ പറയുന്നത്. അവർ സലഡിലൊക്കെ ഉപയോഗിക്കുന്നു. വെളുത്ത ഉള്ളിയും പടവലങ്ങയും കത്തിരിക്കയും ബീട്രൂട്ടും കൂമ്പും വാഴക്കൂമ്പും എല്ലാം നമുക്ക് ലഭിക്കുന്നുണ്ട്. വാഴയില നമുക്ക് കിട്ടുന്നുണ്ട്. മത്തൻ നമ്മുടെ നാട്ടിൽ കിട്ടുന്ന അതേ രീതിയിലുള്ള മത്തനുകളാണ് ഇവിടെ ലഭിക്കുന്നത്. ക്യാരറ്റൊക്കെ നല്ല മുഴുപ്പുള്ള ഭംഗിയുള്ള ക്യാരറ്റാണ് നമുക്ക് ലഭിക്കുന്നത്. അതുപോലെ എല്ലാ വിഭവങ്ങളും ഒറ്റ മാർക്കറ്റിൽ തന്നെ കിട്ടുന്നുണ്ട്. വലിയൊരു മാർക്കറ്റാണ്. വലിയൊരു കൊട്ടാരം പോലെ തോന്നിപ്പിക്കുന്ന കവാടവും ഇവിടുത്തെ മസ്ജിദ് പോലെ തോന്നിക്കുന്നത്. വലിയൊരു മാർക്കറ്റാണ്. ഷാർജ ബസ് സ്റ്റാൻഡിൻ്റെ തൊട്ടടുത്താണ് സ്ഥിതി ചെയ്യുന്നത്. ഓപ്പോസിറ്റായിട്ട്
വളരെ കഠിനമായ വെയിലാണ്. ബസ് സ്റ്റാൻഡിൽ വന്ന് ഇറങ്ങിയതിന് ശേഷം ഈ മാർക്കറ്റിലേക്ക് പോകുന്നതിന് തളർന്നു പോകുന്ന രീതിയിലുള്ള വെയിലായിരുന്നു. എന്നാലും ഞാൻ ഈ മാർക്കറ്റ് ചെന്ന് ചിത്രീകരിക്കാൻ ശ്രമിച്ചു. ഇത് ഇവിടുത്തെ ഒരു ഹൈപ്പർ മാർക്കറ്റാണ്. ഇവിടുത്തെ അറബിക് സ്റ്റൈലിലുള്ള പാത്രങ്ങളും മറ്റ് സൂനിയറുകളും ഇതൊക്കെ ഇവിടെ നിന്ന് ലഭിക്കുന്നു. എല്ലാ രീതിയിലുള്ള പലവ്യഞ്ജനങ്ങളും മറ്റും നമുക്കിവിടെ നിന്ന് ലഭിക്കുന്നു. വെളിച്ചെണ്ണ, സൺഫ്ലവർ ഓയിൽ, മറ്റ് ധാന്യങ്ങൾ, അരി എല്ലാം തന്നെ ഇവിടെ ഒരേ കുടക്കീഴിൽ തന്നെ നമുക്ക് ലഭിക്കുന്നു. എല്ലാം ഒരിടത്തു നിന്ന് ശേഖരിച്ച് നമുക്ക് മടങ്ങാൻ കഴിയും. ഇവിടെ ഉള്ളവർക്ക് അതാണ് ഏറ്റവും ഗുണകരമായിട്ടുള്ള രീതി. നല്ലൊരു മാർക്കറ്റാണ്, വളരെ വിശാലമായ ഒരു മാർക്കറ്റാണ്. ഫുഡ് കോർട്ടുകളുമുണ്ട് ഇഷ്ടംപോലെ. ഇതിവിടെ നിന്ന് ലഭിക്കുന്ന നമ്മുടെ കശുവണ്ടിയും ചോക്ലേറ്റ് മുട്ടായിയും മറ്റുള്ള കഴിക്കാൻ പറ്റുന്ന സാധനങ്ങളും എല്ലാം ഇവിടെ നിന്ന് നമുക്ക് തൂക്കി വാങ്ങാം. തണ്ണിമത്തൻ്റെയൊക്കെ വേറെ വെറൈറ്റിയാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. വീണ്ടും പച്ചക്കറി മാർക്കറ്റിനെ ഒന്നുകൂടെ ചിത്രീകരിക്കുകയാണ്. അവിടെ നിന്ന് കറങ്ങി വരുമ്പോൾ തന്നെ പച്ചക്കറി മാർക്കറ്റ് കാണാം. ഇത് ഹൈപ്പർ മാർക്കറ്റിലേക്ക് പോകുന്ന സ്ഥലമാണ്. ഇവിടെ ലോക്കൽസ് ഉള്ളതുകൊണ്ട് അവരധികം ചിത്രീകരിക്കാൻ കഴിയുന്നില്ല, ചെയ്യാൻ പാടില്ല. ഇവിടെ അടുത്തൊരു ഫുഡ് കോർട്ട്, ഒരു ബേക്കറി, അവിടെ നിന്നുമാണ് ഞാനൊരു ചിക്കൻ ഗ്രിൽഡ് വാങ്ങിച്ചത്. 9 AED മുഴുവനൊന്നും കഴിക്കാൻ കഴിയില്ല, കുറച്ച് കഴിച്ചു. ബാക്കി അവർ പാഴ്സലായിട്ട് പൊതിഞ്ഞു തന്നു. ഈ ഒരു വീഡിയോയ്ക്ക് നിങ്ങളുടെ സബ്സ്ക്രിപ്ഷൻ ലൈക്കും തരിക.